ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, അസാധാരണമായ ഒരു കാര്യമാണ് സുവിശേഷത്തിൽ നാം കാണുന്നത്. സാധാരണ യേശുവിനെ ശ്രവിച്ചുകൊണ്ടിരുന്നവർ വിസ്മയിച്ചു എന്നാണ് നാം വായിക്കുന്നത്. എന്നാൽ ഇന്ന് നാം ശ്രവിച്ചത് യേശു വിസ്മയിച്ചു എന്നാണ്. യേശു വിസ്മയിച്ചതായി മറ്റെവിടെയെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഒരേയൊരു തവണ റോമൻ ശതാധിപനായ ഒരു വിജാതിയന്റെ മഹത്തായ വിശ്വാസം കണ്ടപ്പോൾ മാത്രമാണ്. എന്നാൽ ഇന്ന് വിസ്മയിക്കുന്നത് നസ്രത്തുകാരുടെ വിശ്വാസരാഹിത്യം കണ്ടുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് യേശുവിൻ്റെ സ്വദേശക്കാർ അവനെ കേട്ട് ആശ്ചര്യപ്പെട്ടവർ പെട്ടെന്ന് അവിശ്വാസത്തിലേക്ക് പോകുന്നത്? രണ്ട് കാരണങ്ങൾ നമുക്ക് കണ്ടെത്താം. ഒന്ന് അസൂയ, മറ്റൊന്ന് മുൻവിധി. അവർ യേശുവിൻ്റെ എളിയ ഉത്ഭവവും അവൻ്റെ ഇപ്പോഴത്തെ കഴിവുകളും തമ്മിൽ താരതമ്യം ചെയ്യുന്നു. അവർ നോക്കിയപ്പോൾ അവൻ ഒരു മരപ്പണിക്കാരനാണ്, അവൻ പഠിച്ചിട്ടില്ല. എന്നിട്ടും അവൻ വേദശാസ്ത്രിമാരെക്കാൾ നന്നായി പ്രസംഗിക്കുകയും വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. പുരാതന ഇസ്രായേലിൽ അത്ഭുതങ്ങൾ എപ്പോഴും സംഭവിക്കുന്ന ഒന്നായിരുന്നില്ല എന്നതാണ് സത്യം. ധാരാളം പുരോഹിതന്മാരും പ്രവാചകന്മാരും ഉണ്ടായിരുന്നു, പക്ഷേ അത്ഭുത പ്രവർത്തകർ വിരളമായിരുന്നു. മോശയും ഏലിയായും ഏലീഷായും മാത്രമായിരുന്നു ആ മഹാ അത്ഭുത പ്രവർത്തകർ. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് പോലുള്ള ഗോത്രപിതാക്കന്മാരും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടില്ല. അവർക്ക് ചുറ്റും അത്ഭുതകരമായ കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു, പക്ഷേ അവർ ആരും തന്നെ അത്ഭുത പ്രവർത്തകരായിരുന്നില്ല. അതുകൊണ്ട് യേശു തൻ്റെ നഗരത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് തികച്ചും അസാധാരണമാണ്. എന്നാൽ അതേസമയം അവർക്കത് അംഗീകരിക്കാൻ കഴിയുന്നില്ല. യാഥാർത്ഥ്യത്തിലേക്ക് ഹൃദയം തുറക്കുന്നതിന് പകരം അവർ അവനെ അപകീർത്തിപ്പെടുത്തുന്നു. അതാണ് രണ്ടാമത്തെ കാരണം, മുൻവിധി. നസ്രത്തിലെ നിവാസികളുടെ അഭിപ്രായത്തിൽ ഇത്രയും ലളിതമായ ഒരു മനുഷ്യനിലൂടെ സംസാരിക്കാൻ കഴിയുന്നതിനേക്കാൾ മഹാപ്രതാപവാനാണ് ദൈവം. മുന്നിൽ നിൽക്കുന്ന യേശു സാക്ഷാൽ ദൈവമാണെന്ന് മനസ്സിലാക്കാൻ കഴിയാതിരുന്നത് അവരുടെ മുൻവിധി മൂലമാണ്. തങ്ങളെക്കാളും ദരിദ്രനായ ഈ മനുഷ്യൻ തങ്ങളെക്കാൾ വലിയ അത്ഭുത പ്രവർത്തകനായിരിക്കുന്നു എന്നതാണ് അവരുളവാക്കിയ അസൂയ. ഈ രണ്ട് കാര്യങ്ങളെപ്പറ്റി ധ്യാനിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അസൂയ എന്നത് മറ്റൊരാളുടെ നന്മയെ ഓർത്തുള്ള യുക്തിരഹിതമായ സങ്കടവും മറ്റൊരാൾക്ക് അവകാശപ്പെട്ടത് സ്വന്തമാക്കാനുള്ള അത്യാഗ്രഹവുമാണ്. ഉള്ളിൽ നിന്ന് ആത്മാവിനെ പതുക്കെ വിഴുങ്ങുന്ന ഒരു ആത്മീയ രോഗമാണിത്. തുരുമ്പ് ഇരുമ്പിനെ നശിപ്പിക്കുന്നത് പോലെ അസൂയ അത് വസിക്കുന്ന ആത്മാവിനെ നശിപ്പിക്കുന്നു. അസൂയ മനസ്സിനെ ബാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ നല്ല പ്രവൃത്തികളെയും അത് ഇല്ലാതാക്കുന്നു. അസൂയ അസ്ഥികളെ ജീർണിപ്പിക്കുന്നു എന്നാണ് സുഭാഷിതങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. കൂടുതൽ മനസ്സിലാക്കാൻ ധൂർത്തപുത്രന്റെ ഉപമയിലെ രണ്ടാമത്തെ മകന്റെ സ്വഭാവം നോക്കുക. അവന്റെ സഹോദരന്റെ തിരിച്ചുവരവിൽ അവന് സന്തോഷിക്കാൻ കഴിയുന്നില്ല. അവൻ തന്റെ നീരസം പ്രകടമാക്കുന്നു. തനിക്കുള്ളതെല്ലാം നിന്റേതാണ് എന്ന പിതാവിന്റെ വാക്കുപോലും അവനെ തൃപ്തിപ്പെടുത്തുന്നില്ല. പ്രിയപ്പെട്ടവരെ, മനസ്സിരുത്തി വിലയിരുത്തേണ്ട മേഖലയാണിത്. എൻ്റെ അയൽപ്പക്കക്കാരൻ അല്പം ഉയരുന്നതിൽ സന്തോഷിക്കുന്നവരാണോ നമ്മൾ? അല്പം മാർക്ക് കൂടിയാൽ, അല്ലെങ്കിൽ ജോലി കിട്ടിയാൽ, എന്തിനേറെ നല്ല വസ്ത്രമണിഞ്ഞു വന്നാൽ എൻ്റെ മനസ്സ് വേദനിക്കുന്നെങ്കിൽ അസൂയ എന്നെയും കീഴ്പ്പെടുത്തിയിരിക്കുന്നുവെന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് നസ്രത്ത് ഒരു സൂചനയാണ്. നസ്രത്തുകാർ ദൈവവുമായുള്ള ബന്ധത്തിലും ആളുകളുമായുള്ള ബന്ധത്തിലും നമ്മുടെ ഓരോരുത്തരുടെയും പ്രതീകമാണ്. ഇനി രണ്ടാമത്തെ കാര്യം, മുൻവിധി. ഇംഗ്ലീഷിൽ ഇപ്രകാരം ഒരു ചൊല്ലുണ്ട്: ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ്. പരിചയം അവജ്ഞയെ വളർത്തുന്നു. കൂടുതൽ പരിചയപ്പെട്ട് കഴിയുമ്പോൾ ഒരു ബഹുമാനക്കുറവ്, ആദരവില്ലായ്മ എന്നിവ ഉടലെടുക്കുക സ്വാഭാവികം. അത് പലപ്പോഴും നമ്മെ മുൻവിധിയിലേക്ക് നയിക്കും. ക്രിസ്തു ആരെന്ന് കൃത്യമായി അറിയാത്തത് കൊണ്ടാണ് നസ്രത്തുകാർ മുൻവിധിയോടെ പെരുമാറേണ്ടി വന്നതും അവനിൽ വിശ്വസിക്കാത്തതും. ആത്മീയ രഹസ്യങ്ങൾ അറിയുന്നതിലുള്ള നമ്മുടെ വീഴ്ചയും അഹങ്കാരവുമാണ് ഇന്നത്തെ വിശ്വാസമില്ലായ്മയ്ക്ക് പ്രധാന കാരണം. ഒന്ന് വിലയിരുത്തിയാൽ സഭ എന്താണ് കൂദാശ എന്നൊക്കെ കുട്ടിക്കാലം മുതലേ വളരെ സുപരിചിതമാണ് നമുക്ക്. എന്നാൽ നാം നമ്മുടെ ഹൃദയത്തിൽ സ്വയം ചോദിക്കണം: യേശു ആരാണെന്നോ, പരിശുദ്ധ സഭ എന്താണെന്നോ, കൂദാശകൾ എന്താണെന്നോ നമുക്ക് ശരിക്കും അറിയാമോ എന്ന്. ഇന്ന് പലരും കരുതുന്നത് മതം ഭൂതകാലത്തിൻ്റെ ദയനീയമായ അവശിഷ്ടം മാത്രമാണെന്നും
അത് നുണകളും അന്ധവിശ്വാസങ്ങളും കൊണ്ട് തുന്നിയെടുത്തതാണെന്നും ഇത് വെങ്കലയുഗ പുരാണമാണ് എന്നുമൊക്കെയാണ്. സഭയുടെ പഠിപ്പിക്കലുകൾ, പ്രത്യേകിച്ച് ലൈംഗികതയുടെ മേഖലയിലുള്ള സഭാപഠനങ്ങൾ അടിച്ചമർത്തലെന്നും മനുഷ്യത്വ വിരുദ്ധമെന്നും ക്രിസ്തുമതം സ്വാതന്ത്ര്യത്തിൻ്റെയും സ്വയംഭരണത്തിൻ്റെയും ശത്രുവാണെന്നും വരുത്തി തീർക്കുന്നു. സഭയിൽ ആൾക്കാരെ പിടിച്ചു നിർത്താൻ ജനങ്ങൾക്കിഷ്ടമുള്ള ഭൗതിക കാര്യങ്ങൾ അന്വേഷിക്കുന്നതും സ്ഥാപനവൽക്കരിക്കുന്നതും സഭ എന്താണെന്നും യഥാർത്ഥ ആകർഷണം ക്രിസ്തുവാണെന്നുള്ള ബോധ്യം നഷ്ടപ്പെടുന്നത് കൊണ്ടുമാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നാം നമ്മുടെ അനുഭവങ്ങൾ, ഓർമ്മകൾ, ഭയങ്ങൾ അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള നമ്മുടെ കാഴ്ചപ്പാടിൽ ദൈവത്തെ പരിമിതപ്പെടുത്തുകയാണ്. അത് ഒരു തരത്തിൽ ഇസ്രായേൽ ജനം ദൈവത്തോട് കാണിച്ച മാത്സര്യം പോലെ ദൈവത്തോടുള്ള നമ്മുടെ മാത്സര്യമാണ്. ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ കണ്ടത് അതാണ്. അവരുടെ ഇടയിലേക്ക് ഒരു പ്രവാചകനെ ദൈവം അയക്കുന്നു. വചനം പറയുന്നത്, മനുഷ്യപുത്ര, ഇസ്രായേൽ ജനത്തിൻ്റെ അടുത്തേക്ക് നിന്നെ ഞാൻ അയക്കുന്നു, എന്നെ എതിർത്ത നിഷേധികളുടെ അടുത്തേക്ക്. ജ്ഞാനസ്നാനമേറ്റ ഓരോ വ്യക്തിയും ഒരു പ്രവാചകനാണ്. സുവിശേഷം അറിയുന്ന, എന്നാൽ അതിൽ നിന്ന് പിന്തിരിഞ്ഞ ഒരു സംസ്കാരത്തിലേക്ക് ഒരു പ്രവാചകനായി നമ്മെ ഓരോരുത്തരെയും അവിടെ നയിച്ചിരിക്കുന്നു. ഈ സംസ്കാരം നമ്മുടെ വീട്ടിൽ, ജോലിസ്ഥലത്ത്, പഠിക്കുന്നിടത്ത്, അങ്ങനെ പലയിടത്തും കാണപ്പെടുന്നു. അവിടെ നമ്മൾ എന്താണ് പറയുക? വചനം പറയുന്നത്, ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നത് അവരെ അറിയിക്കുക എന്നാണ്. നമ്മുടെ വാക്കുകളല്ല, ദൈവത്തിൻ്റെ ഹിതം അറിയിക്കുക എന്ന്. നമ്മൾ ഓരോരുത്തരും സുവിശേഷ സാക്ഷികളായിരിക്കുക എന്നർത്ഥം. നമ്മൾ ഓരോരുത്തരും ഈ സംസ്കാരത്തിന് സുവിശേഷ സാക്ഷികൾ ആയിരിക്കുക എന്നർത്ഥം. ചുറ്റുമുള്ള ജനം പ്രവർത്തിക്കുന്നത് പോലെ നമ്മളും പ്രവർത്തിക്കാനല്ല, ദൈവം ആഗ്രഹിക്കുന്നത് പോലെ അവർക്ക് ഉത്തമ സാക്ഷ്യമാകുവാൻ ദൈവം നമ്മെയും ക്ഷണിക്കുന്നു. തിരുസഭ നൂറ്റാണ്ടുകളായി ചെയ്യുന്നതും അതാണ്. എന്നിട്ട് ദൈവം ചേർത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. അവർ കേട്ടാലും കേൾക്കാൻ വിസമ്മതിച്ചാലും അവരുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നുവെന്ന് അവർ അറിയും. അതുകൊണ്ട് നമുക്ക് യേശുവിൻ്റെ നാട്ടുകാരെ പോലെ ആകാതിരിക്കാം. നമ്മുടെ അസൂയകളും മുൻവിധികളുമെല്ലാം നമുക്ക് ഒഴിവാക്കാം. നമുക്ക് ഹൃദയം തുറക്കാം. കർത്താവിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കട്ടെ. കഴിഞ്ഞ ആഴ്ച സുവിശേഷത്തിൽ നമ്മൾ കണ്ടുമുട്ടിയ ജായിറൂസും രക്തസ്രാവക്കാരി സ്ത്രീയും എളിമയുള്ളവരും കർത്താവിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നവരുമായിരുന്നു. അതുകൊണ്ട് അവർക്ക് അവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ കാണാൻ കഴിഞ്ഞു. അതിനർത്ഥം വിശ്വാസത്തിൽ നാം നമ്മെ തന്നെ പൂർണ്ണമായി വിട്ടുകൊടുക്കുന്നില്ലെങ്കിൽ യേശു നമ്മുടെ ജീവിതത്തിൽ ശക്തമായ പ്രവൃത്തികൾ ചെയ്യില്ല എന്നുകൂടിയാണ്. കാരണം ഏതൊരത്ഭുതത്തിനും ദൈവകൃപയും മനുഷ്യഹിതവും തമ്മിലുള്ള സഹകരണം ആവശ്യമാണ്. അതിനാൽ ചെറിയ വിശ്വാസം കുറച്ച് അത്ഭുതങ്ങൾക്കും വലിയ വിശ്വാസം വലിയ അത്ഭുതങ്ങൾക്കും വഴിയൊരുക്കുന്നു. അവിശ്വാസം ക്രിസ്തുവിൻ്റെ പ്രവൃത്തികൾക്ക് ഇടം നൽകുന്നില്ല. ഈ ബലിയർപ്പണത്തിലൂടെ ശിഷ്യന്മാർ യേശുവിനോട് ആവശ്യപ്പെട്ടതുപോലെ നമുക്കും ചോദിക്കാം, കർത്താവെ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന്. അതിലുപരിയായി ആഴത്തിലുള്ള വിശ്വാസം ഉണ്ടാകാനുള്ള എളിമ എന്ന പുണ്യം ലഭ്യമാകുന്നതിനും നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.